ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായം പരിഗണിച്ച് ഒരു റെസിൻ ആർട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അത് എവിടെ നിന്നാണ് വാങ്ങാമെന്ന് എപ്പോഴും എൻ്റെ കമൻറ്റിൽ വരുന്ന ഒരു ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. നമുക്ക് എന്തൊക്കെ വേണം, അതുപോലെ അതൊക്കെ എവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ വജ്രയുടെ എപ്പോക്സിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വജ്ര എപ്പോക്സിയുടെ എ പാർട്ട്. എയും ബിയും പാർട്ട് ഉണ്ട് കേട്ടോ, എ പാർട്ട് ബി പാർട്ട്. അപ്പോൾ 2:1 റേഷ്യോയുള്ള ഇതാണ്. 1.5 kg ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വജ്ര എപ്പോക്സി എന്ന് സെർച്ച് ചെയ്താൽ അവരുടെ പേജ് കിട്ടും. അതിന്നാണ് നമ്മൾ ഈ ഒരു റെസിൻ വാങ്ങുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു MDF ബോർഡാണ് കേട്ടോ. ഇത് നമ്മൾ തൊട്ടടുത്ത ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയാൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഹോൾസ് ഉള്ളതുകൊണ്ട് ഹോൾസ് ഇല്ലാത്തതും MDF ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോൾസ് ഇല്ലാത്തത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ടൈപ്പ് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അടുത്തത് മാസ്കിംഗ് ടാപ്പാണ്. അതും നമുക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോ പോയാലും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു റെസിൻ ബബിൾ റിമൂവർ സൊല്യൂഷൻ സ്പ്രേ ആണ്. അത് നമുക്ക് ക്രാഫ്റ്റി മാൾ എന്നുള്ള പേജിൽ നമുക്ക് പോയാൽ കിട്ടും. അതുപോലെ തന്നെ റെസിൻ്റെ ഏത് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ പോയാലും നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് ഈ ഒരു ഗണ്ണാണ് കേട്ടോ, ഹോട്ട് ഗണ്ണ്. അതായത് നമ്മൾ ബബിൾ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗണ്ണ്. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. പിന്നെ കത്രിക നമ്മളെ കയ്യിൽ എന്തായാലും ഉണ്ടാവില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻറ്റ് മാസ്ക് എന്തായാലും വേണം കേട്ടോ. മാസ്കിൻ്റെ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് ഗ്ലൗസ്. അതായത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഗ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും യൂസ് ചെയ്താൽ പിന്നെ അത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബൾക്കായിട്ട് തന്നെയാണ് വാങ്ങുക. അപ്പോൾ അടുത്തത് വേണ്ടത് ഇതുപോലത്തുള്ള സ്റ്റിക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. വുഡിൻ്റെ സ്റ്റിക്കുണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അധികം വാങ്ങുന്നത് ക്രാഫ്റ്റി മാൾ എന്നുള്ള പേജിലാണ്. ഇതാണ് ഹാൻഡ് ഡ്രില്ല്. നമ്മൾ റെസിൻ്റെത് ഹോൾസ് ആക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡ്രില്ലാണ്. അതിൻ്റെ പല സൈസും അവൈലബിൾ ആണ്. അതായത് അതിൻ്റെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഷേപ്പ് ചെയ്യുന്ന ഷേപ്പ്നറാണ്. അതായത് നമ്മൾ റെസിൻ്റെ ഇങ്ങനെ ലെറ്ററോ അല്ലെങ്കിൽ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ഒന്ന് വലിച്ചു കൊടുക്കുക, പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ഈ ഒരു മാർക്കർ, ഗോൾഡൻ കളറും സിൽവർ കളറും മാർക്കർ, അങ്ങനെ പിങ്ക് കളർ, കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളറും സിൽവർ കളറുമാണ് കേട്ടോ. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് മാർക്കറാണ് പിന്നെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് അക്രിലിക്കിൻ്റെ പെയിൻറ്റ്, അത് നമ്മൾ അധികവും വൈറ്റ് ചെയ്യുന്നതുകൊണ്ട് വൈറ്റ് കാണിച്ചു എന്ന് മാത്രം. നമുക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു കളറ് ബേസിക് പെയിൻറ്റ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഐറ്റമാണ് ഈ ഒരു ഡിജിറ്റ്സ് മാർക്കർ. ഇതെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിന്. ഇത് വെച്ചാണ് നമ്മൾ ഡിജിറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്നത്. അല്ലാന്ന് വെച്ചാൽ ടൈമും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകുമല്ലോ. പിന്നെ നമുക്ക് വേണ്ട കാര്യമാണ് മെഷീൻ, ക്ലോക്കിൻ്റെ മെഷീനും നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റും. ബാക്കി അതിന് മുന്നേ കാണിച്ച എല്ലാ ഐറ്റംസും ക്രാഫ്റ്റി മാളിന് ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതെന്നാന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ക്ലോക്ക് മെഷീൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രം, നമ്മൾ 20 mm മേലെ ഉള്ളത് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. 18 mm വാങ്ങുന്നുണ്ടെങ്കിൽ നോർമൽ ക്ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ 18 mm മതി. അല്ലാന്ന് വെച്ചാൽ ഈ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 20 mm മേലെ ഉള്ളത് വാങ്ങാം കേട്ടോ സൈസ്. പിന്നെ ഇതാണ് ക്ലോക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി അറ്റാച്ച് ചെയ്താണ് നമ്മൾ ക്ലോക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ക്ലോക്ക് ഹാങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ക്ലോക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഇത് വലിയ ക്ലോക്കിന് യൂസ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ആ ഒരു ചെറിയ മെഷീൻ വെക്കുന്നത്. ഇതിൽ ഓൾറെഡി ഹാങ്ങിങ്ങിൻ്റെ ഹോൾസൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് ക്ലോക്കിൻ്റെ നീഡിലാണ്. നീഡിൽ പല സൈസിൽ പല മോഡലിലുണ്ട് കേട്ടോ. ഇതൊരു 3 മോഡൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ കളറും ബ്ലാക്ക്, വൈറ്റ്, ഈ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിജിറ്റ്സും ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മളേത് ക്ലോക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ അടുത്തായിട്ട് മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വെയ്റ്റിംഗ് മെഷീന്. അതായത് നമ്മൾ റെസിന് അളവ് കൃത്യമായിട്ട് നോക്കുന്നത് ഈ ഒരു മെഷീനിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഓൺ ആക്കിയതിൻ്റെ ശേഷം 0 കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ അളക്കാൻ തുടങ്ങാം കേട്ടോ. ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് കാര്യമൊക്കെ തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. ബാറ്ററി കഴിഞ്ഞാലും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് മെഷീനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് മെക്ക പൗഡർ. അതായത് റെസിൻ്റെ കളേഴ്സ് എന്താ പറയുക എന്നൊക്കെ കുറേ ആൾ ചോദിച്ചു വന്നിട്ടുണ്ട്. മെക്ക പൗഡേഴ്സാണ് ഇതൊക്കെ. മെക്ക പൗഡേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് ഷൈനിങ് ടൈപ്പ് നമ്മളെ പൗഡറില്ലേ ആ ഒരു രൂപത്തിലായിരിക്കും ഈ മെക്ക പൗഡേഴ്സൊക്കെ ഉള്ളത്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് പിഗ്മെൻറ്റ് പറഞ്ഞാൽ ഈ ഒരു ഗ്ലോസി ടൈപ്പ് ഇതുപോലെ മുകളിൽ ഇങ്ങനെ എണ്ണ പോലെ പിടിച്ച് വെക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ആദ്യം ഒന്ന് സ്റ്റിക്ക് വെച്ച് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതൊന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്യും കേട്ടോ. ഇതാണ് പിഗ്മെൻറ്റ്. ആദ്യം കാണിച്ചത് പൗഡർ കേട്ടോ.
മൈക്ക പൗഡറാണ് ആദ്യം കാണിച്ചത്, ഇത് പിഗ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഇങ്കാണ് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ ബാക്കി മൈക്ക പൗഡറും പിഗ്മെൻറ്റുമാണ് അധികം യൂസ് ചെയ്യൽ കേട്ടോ. ഈ 3 ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് കളേഴ്സാണ് റെസിനുള്ളത്. പിന്നെ ഇതാ ഡിജിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ കളറും ബ്ലാക്ക് കളറും സിൽവർ കളറും അതുപോലെ തന്നെ ചെറുതും വലുതും അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഡിജിറ്റ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഡിജിറ്റ്സും ഉണ്ട്, അതുപോലെ ഇപ്പോൾ വെറൈറ്റി മോഡൽ ഡിജിറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അക്കങ്ങളും ഉണ്ട്, അല്ലാതെ ഇങ്ങനത്തതും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെക്സ് ക്യൂക്കും ഫെവിക്കോളും. ഫ്ലെക്സ് ക്യൂക്ക് ഡിജിറ്റ്സ് ഒട്ടിച്ചു കൊടുക്കാനും ഫെവിക്കോളും നമ്മളെ ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യൂലേ, അപ്പോൾ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒരിക്കലും ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇനി കാണിക്കുന്നതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ. നമുക്ക് വേണമെന്നില്ല, നമുക്ക് ഒരു അത്യാവശ്യം അതായത് ഒരു കുറച്ച് മോഡലിങ്ങും വർക്കൊക്കെ ചെയ്യാനാണ്. അതായത് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസ്, അതിൻ്റെ മിനിയും ഉണ്ട്, അതിൻ്റെ വലിയ സൈസും ഉണ്ട്. അധികവും ക്ലോക്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ടു ടൈപ്പ് ഓഫ് പേൾസാണ്, ചെറുതും വലുതും. ഇതൊക്കെ നമ്മൾ പ്രിസർവിങ് ഫ്രെയിമിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇനി കാണിക്കുന്നതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഈ ഒരു എപ്പോക്സി പോളിഷാണ്, അതായത് നമ്മൾ വർക്കിനൊക്കെ ഒരു ഗ്ലോ ടൈപ്പ് കിട്ടാൻ വേണ്ടി ഈ ഒരു പോളിഷ് നമ്മൾ ഫൈനലായിട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലിറ്റേഴ്സൊക്കെ നമ്മൾ ക്ലോക്കിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം റെസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഏത് കളറാണ് കൊടുക്കുന്നത് ആ കളർ അനുസരിച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി വെച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യണത്ര, ഇപ്പോഴാണ് ഓർഡർ ചെയ്ത് വന്നത്. അപ്പോൾ യൂസ് ചെയ്തിട്ടാകുമ്പോൾ അത് കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇത്രയും സെറ്റ് ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. അതുപോലത്തെ ആദ്യത്തെ ഗ്ലിറ്റർ ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. അപ്പോൾ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ ഈ സാധനമൊക്കെ കിട്ടും. പക്ഷേ റെസിൻ ഒരിക്കലും നമ്മൾ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പാടില്ല. അത് നല്ല ക്വാളിറ്റിയുള്ള റെസിൻ തന്നെ യൂസ് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ടൈപ്പും ഡിജിറ്റ്സും കാര്യങ്ങൾ അതൊക്കെ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് മീഷോന്ന് വാങ്ങാം. ബാക്കി പിഗ്മെൻറ്റ് ആയിക്കോട്ടെ റെസിൻ ആയിക്കോട്ടെ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, ഇതൊന്നും വാങ്ങാൻ പാടില്ല, ചീപ്പ് സാധനം വാങ്ങാൻ പാടില്ല, ക്വാളിറ്റി ഉള്ള തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് ഈ ഒരു കളർ സ്റ്റോൺസ് ആണ്. അതും നമ്മൾ ക്ലോക്കിൽ ഇടയ്ക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ലീവ്സാണ്, സിൽവർ ലീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലീവ്സും ഉണ്ട്, നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലിറ്റേഴ്സാണ്, അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് മോഡലിങ്ങും അട്രാക്ഷനും കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് കപ്പ് വേണം കേട്ടോ, അതായത് അത് മിക്സ് ചെയ്യേണ്ട കപ്പ് വേണം, അത് ഞാൻ ഇതിൽ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ഓഫ് മിനി സ്റ്റോൺസ്, അത് ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ കളറും വരുന്നുണ്ട് കേട്ടോ. പല കളറും ഉണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങുന്നത് ദ ക്രാഫ്റ്റി മാൾ എന്നുള്ള പേജിൽ നിന്നാണ്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ലിങ്കും അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു ബേസിക് റെസിൻ ആർട്ട് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, പറഞ്ഞുതരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. ഇനിയും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാനിവിടെ റെഡിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.